ജനാധിപത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഇന്നലെ കിഴക്കമ്പലത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു കിറ്റക് സാബുവും ചേട്ടൻ ബോബിയും കുടുംബാംഗങ്ങളും. അവരെല്ലാം അവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നു. പ്രമുഖർ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചാനലുകൾ അവരുടെ വോയിസ് എടുക്കുന്ന പതിവാണ്. അത് പിണറായി വിജയനാണെങ്കിലും ശരി, വി ഡി സതീശനാണെങ്കിലും ശരി, വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൂത്തിന്റെ അകത്തല്ല, ബൂത്തിന് മുമ്പിൽ വെച്ച് വോയിസ് എടുക്കാറുണ്ട്. അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് പാസ് കൊടുത്തിരിക്കുന്നത്. അവിടെ കിറ്റക്സ് കുടുംബം ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. അലറി വിളിച്ച് കുറച്ചുപേർ ഓടിയെത്തുകയാണ്. പോട്ടെ എന്ന് വെച്ച് ഇവർ റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ വെച്ചും ബൈറ്റ് കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. അവിടെയും ബഹളമാണ്. നോക്കണം, ബൂത്തിന് മുമ്പിലല്ല, റോഡിൽ, നടു റോഡിൽ ഒരു പാസമില്ലാതെ മനുഷ്യർക്ക് പോകാവുന്നിടത്തും അവർ സമ്മതിക്കുന്നില്ല. എത്ര വിരോധമാണ്. CPM-ഉം കോൺഗ്രസ് ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ടായപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വൃത്തികളുടെ പാരമ്പര്യത്തിന്റെ പരകോടിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളും എല്ലാ സെലിബ്രിറ്റികളും ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ കിറ്റക് സാബു ബൈറ്റ് കൊടുത്താൽ നിയമവിരുദ്ധമാണ്. സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സ്ഥാനാർത്ഥിക്ക് പറ്റില്ല. സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വരുന്നതാണ്. എന്നാൽ ഇവർ വോട്ട് ചോദിക്കാൻ വരുന്നതല്ല. അവർ സെലിബ്രിറ്റിയാണ്. അവർ വോട്ടിനെ കുറിച്ചല്ല പറയുന്നത്. ഇനി ആണെങ്കിൽ പോലും പുറത്തു നിൽക്കാൻ അധികാരമില്ലേ? ഓർക്കണം, എന്തെല്ലാം പണികൾ കാണിച്ചെന്നറിയാമോ? അട്ടിമറിക്കാനായിരുന്നു നീക്കം. കിറ്റക് സാബു തിരക്കുള്ള വോട്ട് ചോദിക്കാൻ വരും. അപ്പൊ അലമ്പുണ്ടാക്കുക, അടിയുണ്ടാക്കുക, അങ്ങനെ ആളെ ഭയപ്പെടുത്തി വോട്ട് അട്ടിമറിക്കാനായിരുന്നു നീക്കം. അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇവരതിനെ പലതവണ കോടതിയിൽ പോയാണ് റിട്ട് ഹർജികൾ കൊടുത്ത് പോലീസിന്റെ സംരക്ഷണവും ക്യാമറയും ഒക്കെ കൊണ്ടുവന്നിട്ട് ക്യാമറ സ്ഥാപിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ട് ക്യാമറയൊക്കെ സ്ഥാപിച്ച് ഈ അട്ടിമറിയെ അവർ ഒരു വിധത്തിൽ അതിജീവിച്ചതാണ്. ഇതാണ് CPM-ന്റെ രീതി.